ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മത്തങ്ങ വെച്ചുണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോ ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കൂടാതെ വളരെ രുചികരവുമാണ്. ഇനി എങ്ങനെയാണ് ഈ മത്തങ്ങ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത മത്തങ്ങ നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കീറിയ 2 പച്ചമുളക്, കൂടാതെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പാകത്തിനുള്ള വെള്ളം എന്നിവ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് അടുപ്പത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, കൂടാതെ 2 പച്ചമുളക്, 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത് വന്നിരിക്കുന്ന മത്തങ്ങ ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടാതെ മിക്സിയുടെ ജാറ് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തീ ലോ ഫ്ലെയിമിലാണെങ്കിൽ പോലും ഇത് പെട്ടെന്ന് തിളച്ച് പോകും. ഒരുപാടങ്ങ് തിളച്ച് പോകരുത്, കറിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം തന്നെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താലും ഇത് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ചട്ടിക്ക് നല്ല ചൂട് കാണും. അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് താളിച്ച് ഇറക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാനൊക്കെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.